ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11ാം ക്ലാസ്സിലെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് തുടങ്ങിയാലോ. സെറ്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ പല കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് കാണാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് ടീംസ്, അല്ലെങ്കിൽ പാക്ക് ഓഫ് കാർഡ്സ്, അതും അല്ലെങ്കിൽ ക്രൗഡ് ഓഫ് പീപ്പിൾസ്, കുറച്ച് ആൾക്കാരെ കളക്ഷൻ എടുക്കുവാണെങ്കിൽ അത് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണല്ലേ. നമ്മൾ മാത്സ് നോക്കുവാണെങ്കിലും ഇങ്ങനത്തെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിന് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3 അതൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണല്ലേ. 1, 2, 3 എക്സെട്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈം നമ്പേഴ്സ് ഇതൊക്കെ എന്താ, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. മാത്തമാറ്റിക്സിലെ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. നമുക്കിനി വേറെ ചില കളക്ഷൻസ് നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഏതൊക്കെയാ? 1, 3, 5, 7, 9 അല്ലേ. അതേപോലെ വേറെ ഏതൊക്കെ കളക്ഷൻസ് ഉണ്ട്? ഇന്ത്യയിലെ റിവേഴ്സിന് എടുത്തു നോക്കുവാണെങ്കിൽ അതും ഒരു കളക്ഷൻ അല്ലേ. ദ റിവേഴ്സ് ഓഫ് ഇന്ത്യ. അതേപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൗവൽസ്, അതൊരു കളക്ഷനാണ്. പിന്നെ നമ്മൾ വാരിയസ് കൈൻഡ്സ് ഓഫ് ട്രയാങ്കിൾസ് നോക്കുവാണെങ്കിൽ അതും ഒരു കളക്ഷനാണ്. ഇങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഒരു ഒബ്ജക്ട്സിന്റെ കളക്ഷൻ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എലമെന്റ് ആ കളക്ഷനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായിട്ട് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നൈൽ റിവർ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലേ അത് ഇന്ത്യയിലുള്ള റിവർ അല്ലാന്ന്. പക്ഷെ അതേസമയം ഗംഗ റിവർ ആണെങ്കിലോ ഇന്ത്യയിലുള്ള റിവറാണ്. സോ ഇങ്ങനത്തെ കളക്ഷനെ നമ്മൾ എന്തെന്ന് പറയും? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ ചില കളക്ഷനെ പറ്റിയാണ്. ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് ഈ കളക്ഷൻസ് ഈ നൊട്ടേഷൻസ് വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റത്തെ കളക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. ദ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് ദ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 1, 2, 3 അങ്ങനെ പോകുന്ന സെറ്റ് അല്ലേ. അതേപോലെ ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, ദി സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. ഈ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ പറയുകയാണെങ്കിൽ ബോത്ത് മൈനസ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സും വരും, പോസിറ്റീവ് ഇൻറ്റീജേഴ്സും വരും. -1, -2, -1, 0, 1, 2, 3 ഇങ്ങനെ പോകും. ഇങ്ങോട്ടേക്കും ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സെറ്റാണ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ക്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോം where P and Q are integers, Q not equal to 0. അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്തൊരു സെറ്റാണ് R, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതേപോലെ Z പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ Z എന്ന് പറഞ്ഞാൽ എന്താന്ന് കണ്ടു, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അതിൽ ബോത്ത് നെഗറ്റീവ് പോസിറ്റീവ് 0 ഒക്കെ വരും. ഇവിടെ എന്താ? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ വരത്തുള്ളൂ. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്.
ഈസ് 1 2 3 അങ്ങനത്തെ ഇൻറ്റീജേഴ്സ്. ഇനി ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ കണ്ടു ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പർ ആണ്. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽസ്. ഇനി അതേപോലെ ആർ പ്ലസ് എന്ന് പറഞ്ഞാലോ, ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇത്രയും സെറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമ്മൾ സെറ്റ്സ് എന്താണെന്ന് പഠിക്കാൻ പോവാണ്. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ്സിന് നമുക്ക് ആദ്യം ഡിഫൈൻ ചെയ്യാം. സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കളക്ഷൻ നമ്മൾ എന്തെന്ന് പറയും? സെറ്റ് എന്ന് പറയും. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, അതാണ് സെറ്റ്. ഇനി സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി അങ്ങനെയൊക്കെ. ഇനി ഒരു സെറ്റിലെ എലമെന്റ്സിനാണെങ്കിലും നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. എ സെറ്റ് എയിലുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എ ബിലോങ്സ് ടു എ. ഇനി ഒരു എലമെന്റ് ഒരു സെറ്റിൽ പെടുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഇപ്പോൾ ഒരു ബി എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയിൽ ഇല്ലാന്ന് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും? ബി ഡസൻ ബിലോങ്സ് ടു എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. വി എന്ന് പറയുന്ന സെറ്റ് വവൽസിന്റെ സെറ്റാന്ന് വിചാരിക്കുക. സെറ്റ് എ ഇ ഐ ഒ യു. നമ്മൾ സെറ്റിന് ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യും കേട്ടോ. നമുക്ക് പറയാം എ എന്ന് പറയുന്നത് സെറ്റ് വിയിൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ വിയിൽ ഉണ്ടാവോ? ബി വവ്വലല്ല അല്ലേ? അപ്പൊ എന്താ? ബി ഈ വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവില്ല. ഇത്ര മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഒരു സെറ്റിനെ റോസ്റ്റർ ഫോം, നമുക്ക് ഒരു സെറ്റിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. ഒരു റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും കേർലി ബ്രേസസിലായിട്ട് എഴുതാം. അത് മാത്രമല്ല നമ്മൾ ആ എലമെന്റ്സ് എന്താ? നമ്മൾ കോമ കീപ്പ് ചെയ്യും. അതായത് എലമെന്റ്സിന് എല്ലാത്തിനും നമ്മൾ ഒരു കേർലി ബ്രേസസ് കീപ്പ് ചെയ്യും. അതിന്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമസ് ഉണ്ടാവും. ഇതാണ് റോസ്റ്റർ ഫോം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോസ്റ്റർ ഫോമിൽ എലമെന്റ്സിന്റെ ഓർഡറിന് പ്രശ്നമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് റോസ്റ്റർ ഫോമിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. റോസ്റ്റർ ഫോമിനെ തന്നെ നമ്മൾ ടാബുലർ ഫോം എന്നും പറയും കേട്ടോ. സെറ്റ് ഓഫ് വവൽസ് നോക്കുവാണെങ്കിൽ സെറ്റ് ഓഫ് വവൽസ് ഒരു എക്സാമ്പിളാണ്. ഈക്വൽ ടു എ ഇ ഐ ഒ യു ഇങ്ങനെ എഴുതാല്ലേ സെറ്റ് ഓഫ് വവൽസിനെ റോസ്റ്റർ ഫോമിൽ. ഇനി ഒരു വീക്കിലെ ഡേയ്സ് ഓഫ് എ വീക്ക് എങ്ങനെ റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എങ്ങനെ എഴുതാം? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ എഴുതുമ്പോൾ അതായത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഓർഡർ ഓഫ് എലമെന്റ്സ് ഡസ് നോട്ട് മാറ്റർ നമ്മൾ പറഞ്ഞല്ലേ. അതേപോലെ എലമെന്റ്സിന്റെ റെപ്പിറ്റേഷനും ഇഗ്നോർ ചെയ്യും. അതായത് ഒരു സെറ്റ് എടുക്കാം. ആ സെറ്റ് 1 2 2 3 3 ഇങ്ങനത്തെ ഒരു സെറ്റ് ആണെങ്കിൽ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാ? 1 2 3. അതായത് നമ്മൾ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. അതേപോലെ ഓർഡർ, അതായത് 1 2 3 തന്നെയാണ് 3 2 1. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ സെറ്റാണ്
രണ്ടാമത്തെ ഫോമാണ്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഫോമാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഒരു കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതിന്റെ ഒരു ജനറൽ ഫോം പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എ എക്സ് സച്ച് ദാറ്റ് എക്സ് ഹാസ് എ പ്രോപ്പർട്ടി. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആ എലമെന്റ്സിന് ഉണ്ടാവും. എക്സ് എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു എലമെന്റ് ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഇതിനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് റോസ്റ്റർ ഫോം നോക്കാം. റോസ്റ്റർ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 3 5 7 9. ഇതാണെന്ത്? റോസ്റ്റർ ഫോം. ഇനി നമ്മൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതും? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും? a equal to x belongs to n. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? x belongs to n. പിന്നെ അതിന്റെ പ്രോപ്പർട്ടി എന്താ? x is odd ആയിരിക്കണം ആൻഡ് x ലെസ് ദാൻ 10 ആയിരിക്കണം. ഇങ്ങനെ എഴുതാല്ലേ നമുക്ക്? അതായത് ഒരു കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് എക്സ് ഓഡ് ആണ്, എക്സ് ലെസ് ദാൻ 10 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വവ്വൽസിന്റെ സെറ്റിനെ നമ്മൾ എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതും? റോസ്റ്റർ ഫോമിൽ അത് കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓരോ എലമെന്റിനെയും നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. എ ഇ ഐ ഒ യു. ഇനി സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞാലോ? സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതും? വി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ vowel in English alphabet. അതാണല്ലേ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സ്റ്റുഡൻസ്, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്സ് പഠി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.